എഴുത്തുകാരിയാവണം അല്ലെങ്കിൽ ബുക്ക് എഴുതണം എന്ന് ആഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നല്ല. എന്നാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പണ്ട് മുതലേ എഴുതൊക്കെ ചെയ്യായിരുന്നു. ഏകാന്തത ആണ് എനിക്കിഷ്ടം. സൈലൻസ് ആണ് ഇഷ്ടം. ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതലാണ് ചെയ്യാറ്. റൂമിൽ പോയിരുന്നോ അല്ലെങ്കിൽ പുറത്ത് പോയിരുന്നോ ഒക്കെ എഴുതും. ചേച്ചി ആരോടും പറയില്ലെങ്കിൽ എന്റെ അംബീഷൻ എന്താന്ന് ഞാൻ പറയാം. ഞാൻ ആരോടും ഇതാരും അറിയില്ല. അങ്ങനെയാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ നേരിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പറയും, വലിയ ആൾക്കാരെ പോലെ അമ്മച്ചിമാരെ പോലെ സംസാരിക്കുന്നു എന്നൊക്കെ. പിന്നെ ആമയും മൊയിലും തമ്മിലുള്ള ഓട്ട മത്സരത്തിന്റെ കഥ ഉണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ അപ്പോ ആമ ജയിച്ചു, മൊയിൽ തോറ്റുപോയി ഉറങ്ങിയത് കാരണം. അപ്പൊ ഞാനിങ്ങനെ മൊയിലിനെ കുറിച്ച് ആലോചിക്കും, എന്തായിരിക്കും അവരുടെ ഒരു ചിന്താഗതി. ഫസ്റ്റ് ബുക്കൊക്കെ ഞാൻ വെറുതെ ഫ്രീ ആയിട്ടിരുന്ന് നല്ല എൻജോയ് ചെയ്തൊക്കെയാണ് എഴുതിയത്. പക്ഷെ അപ്പോൾ ഇതിപ്പോ കുറെ ആൾക്കാർ പബ്ലിസിറ്റി കിട്ടി, കുറെ ആൾക്കാർ വായിച്ചു. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയല്ലേ, നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എഴുതണമല്ലോ അടുത്ത ബുക്ക്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നല്ലതായിട്ട് എഴുതാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് എന്റെ കൂടെയുള്ളത് ഒരു കുഞ്ഞു നാരങ്ങ മിഠായിയാണ്. അപ്പൊ ആളെ ഞാൻ ഇങ്ങനെ നാരങ്ങ മിഠായി എന്ന് വിശേഷിപ്പിച്ചത് ആളുടെ ആ ഒരു വലിപ്പമോ അല്ലെ പ്രായമോ കണ്ടിട്ട് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ആള് 2 ബുക്ക് എഴുതിയ ഒരു റൈറ്ററാണ് കാത്തു. ആക്ച്വലി ഞാൻ കാത്തുനെ കാത്തു എന്നാണ് വിളിക്കേണ്ടത്, എൽസ എന്നാണ് വിളിക്കേണ്ടത്? കാത്തു എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ഒരു പേരായിരിക്കും അറിയുന്നത്. ഈ പൊതുവെ റൈറ്റേഴ്സ് ഒക്കെ പെൻ യൂസ് ചെയ്യുമല്ലോ, അങ്ങനെയായിരുന്നോ ഈ ഒരു നെയിം ഇട്ടത്? അതോ ചെറുപ്പം മുതലേ വീട്ടിൽ എല്ലാവരും കാത്തു തന്നെ വിളിക്കുക. ഇപ്പൊ സ്കൂളിലാണെങ്കിലും എൽസേനെക്കാട്ടും കൂടുതൽ കാത്തു എന്നാണ്, പ്രിൻസിപ്പൾ അടക്കം കാത്തു എന്ന് ഇടയ്ക്ക് വിളിക്കുക. അപ്പോൾ പിന്നെ എല്ലാവരും കാത്തുനിന്ന് വിളിക്കുന്ന സ്നേഹത്തോടെ കാത്തൂട്ടി കാത്തൂസിനൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് ഇഷ്ടം തോന്നി. അപ്പോൾ എൽസേനെക്കാട്ടും കൂടുതൽ കാത്തു എന്നാണ് എനിക്കിഷ്ടം. ശരിക്കും എങ്ങനെയാ ഒരു റൈറ്റർ ആകണം എന്നൊരു ചിന്ത വരുന്നത്? ചെറുപ്പത്തിലെ എന്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു കേട്ടോ. എനിക്ക് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിലെ ചെറിയ പ്രായത്തിലെ ബുക്കൊക്കെ എഴുതി അങ്ങനെ 4 ആൾ അറിഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പം കാത്തു അങ്ങനെ ആകും. കാത്തുവിന്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യം, എന്റെ ഡ്രീമിൽ ഒരാൾ ജീവിക്കുന്നു എന്നൊരു രീതിയിലാണ് ഞാൻ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു ആഗ്രഹം ആദ്യമായിട്ട് തുടങ്ങിയത്? ഇങ്ങനെ എഴുത്തുകാരിയാവണം അല്ലെങ്കിൽ ബുക്ക് എഴുതണം എന്ന് ആഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നല്ല. എന്നാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പണ്ട് മുതലേ എഴുതൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബുക്ക് ആക്ച്വലി ബുക്ക് ആക്കണം എന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു. അത് ഞാൻ വെറുതെ എൻ്റെതായ സ്റ്റോറീസ് കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ആഡ് ചെയ്ത് എഴുതുന്നു അറിയില്ല, അതേപോലെ എഴുതിയിട്ട് 10 കഥകളാണ്. അപ്പോൾ പിന്നെ എല്ലാവരും വായിച്ചപ്പോൾ നല്ല സപ്പോർട്ട് ചെയ്തു. പിന്നെ ഫാമിലിയൊക്കെ ആണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ഫസ്റ്റ് ബുക്ക് എഴുതിയത്. സെക്കൻഡ് ബുക്ക് പിന്നെ ബുക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നോവൽ പോലെ എഴുതിയത്. അങ്ങനെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ, പപ്പയാണോ മമ്മിയാണോ? എല്ലാവരും ഭയങ്കര സപ്പോർട്ട്, ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. എന്റെ കൂടെ എതിര് നിൽക്കുന്ന ആരും ഇല്ല, എല്ലാവരും എന്റെ കൂടെ സപ്പോർട്ടാണ്. പൊതുവെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ റൈറ്റേഴ്സിനൊക്കെ ഇൻസ്പിറേഷൻ കിട്ടുന്നത് പല കാരണങ്ങളിൽ കൂടി ആയിരിക്കും. ചിലപ്പോൾ ബുക്ക് വായിക്കുന്നതിലൂടെ ആയിരിക്കാം, ജീവിതാനുഭവങ്ങളിലൂടെ ആയിരിക്കാം. കാത്തുവിന് ശരിക്കും ഈ ഒരു റൈറ്റർ ആവാൻ അല്ലെങ്കിൽ ഓരോ കഥ എഴുതുമ്പോൾ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് കിട്ടാറുള്ളത്? ശരിക്കും ഫാമിലി സൈഡിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഇപ്പൊ ചെറിയൊരു സെന്റൻസ് പോലും എഴുതുകയാണെങ്കിൽ പോലും അതവരെ കാണിക്കുമ്പോ, കാത്തു നീ ഇത് എഴുതിയോ, ഒറ്റയ്ക്കാണോ എഴുതിയോ, നല്ല രസമുണ്ടല്ലോ, അങ്ങനെ അത് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് എഴുതാൻ തോന്നുമല്ലോ. അങ്ങനെ തന്നെയാണ് ഈ ബുക്കിലേക്ക് വന്നതെന്നും പറയാൻ പറ്റുക. കാരണം ഓരോ കഥ എഴുതിയിട്ട് ഇവരൊക്കെ കാണിക്കുമ്പോൾ, ഇവിടെ ഇങ്ങനെ എഴുതിയത് നന്നായിട്ടുണ്ട്, ഈ ഒരു വാക്ക് ഇവിടെ പ്രയോഗിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ ആണല്ലോ. അപ്പൊ ഇവരുടെ ഫാമിലിന്റെ സപ്പോർട്ട് കാരണമാണ്, അത് തന്നെയാണ് എന്റെ ഒരു ഇൻസ്പിറേഷൻ. ആരെങ്കിലും എഴുതുന്ന സമയത്ത് ഇത് ഇങ്ങനെ എഴുതി കൂടായിരുന്നു അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ പറയും. എല്ലാം ഫുള്ള് ഫാമിലി സൈഡ് ഫുൾ സപ്പോർട്ടാണ്. സജഷൻസ് പറയും, അല്ലെങ്കിൽ അഭിപ്രായം പറയും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആദ്യമായിട്ട് ഒരു ബുക്കൊക്കെ എഴുതിയ സമയത്ത് സ്കൂളിൽ നിന്നും ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നൊക്കെ ഭയങ്കര ഒരു റെസ്പോൺസ് ഒക്കെ കിട്ടി കാണില്ലേ? അപ്പൊ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അങ്ങനെയുള്ള ഭയങ്കര ഒരു നല്ലൊരു മൊമെന്റ് ഏതാണ്? കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു അപ്പൊ സ്കൂളിൽ പോയ സമയത്ത്. അപ്പൊ അവരൊട്ടും പ്രതീക്ഷിച്ചൊന്നുമില്ല. എന്നിട്ട് ഞാൻ സ്റ്റേജിൽ പോയി പ്രസംഗിക്കുന്നൊക്കെ അപ്പൊ, എൽസ നീ ഇത്രയൊക്കെ സംസാരിക്കുമായിരുന്നോ, എന്തായാലും നീ ബുക്ക് എഴുതിയെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്കൂളില് മലയാളമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അവര് കഥ എഴുതുന്നൊന്നും പ്രതീക്ഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ എഴുത്തൊക്കെ സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഫ്രണ്ട്സും ഇങ്ങനെ പറഞ്ഞു, അവര് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ ബുക്കിന്റെ ഷൂട്ടിന്റെ ഒക്കെ സമയത്ത് സ്കൂളിൽ നിന്ന് എടുത്ത സമയത്തൊക്കെ, എൽസ എന്റെ ഫ്രണ്ട് ബുക്ക് എഴുതുന്നൊക്കെ എനിക്ക് പാരന്റ്സിനോട് പറയാലോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ ആയിരുന്നു അവരുടെ റെസ്പോൺസ്. ഫുൾ സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എഴുതാനുള്ള സമയത്ത് ഏകാന്തത ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ ട്രിപ്പ് പോകുന്നവരുണ്ട്. അങ്ങനെ എന്തെങ്കിലും എഴുതാൻ വേണ്ടിയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യാറുണ്ടോ? ഏകാന്തത ആണ് എനിക്കിഷ്ടം. സൈലൻസ് ആണ് ഇഷ്ടം. ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതലാണ് ചെയ്യാറ്. റൂമിൽ പോയിരുന്നോ അല്ലെങ്കിൽ പുറത്ത് പോയിരുന്നോ ഒക്കെ എഴുതും. അപ്പൊ ഇപ്പൊ സ്കൂളുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആണ്, പിന്നെ കൂടി ഈ ഒരു എഴുത്ത്, ഇതെല്ലാം കൂടി എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? എല്ലാം ഒരേപോലെ ഒറ്റൊരു
ഇതിൽ മാനേജ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. സ്റ്റഡീസിനെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്നത്, കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. പിന്നെ ബാക്കി എഴുത്തും സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ എൻജോയ് ചെയ്താണ്. ഇപ്പോൾ വീഡിയോ എടുക്കലാണെങ്കിലും എൻജോയ് ചെയ്താൽ പറയുന്നത്, എഴുത്താണെങ്കിലും എൻജോയ് ചെയ്താണ് എഴുതുന്നത്. എൻ്റെ മനസ്സെന്നുള്ള ഒരു ഇതാണ്. പക്ഷേ പഠിത്തം കുറച്ച് സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എല്ലാം മാക്സിമം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരേപോലെ. ശരിക്കും റൈറ്റർ എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടണം എന്നാണോ ആഗ്രഹം, അതോ മറ്റെന്തെങ്കിലും അംബീഷൻ ഉണ്ടോ? എഴുത്തുകാരി എന്ന് അറിയപ്പെടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ എന്താ പറയാ, എനിക്ക് എഴുതുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഞാൻ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ അറിയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ ചേച്ചി ആരോടും പറയില്ലെങ്കിൽ എൻ്റെ അംബീഷൻ എന്താന്ന് ഞാൻ പറയാം. ഞാൻ ആരോടും പറയില്ല, ഇതാരും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഒരു ആർട്ട് സ്കൂളാണ്. അവിടെ എന്താ പറയാ, യോഗ ഉണ്ടാവും, പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ടാകും. അപ്പോൾ എനിക്ക് സ്ട്രെസ് അടിച്ചുള്ള ജോലിയൊന്നും ആഗ്രഹമില്ല. എനിക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് രാവിലെ റെഡി ആയിട്ട് പോവാണെങ്കിലും ഒരു കുറേ സമയം എടുത്ത് ഒരുങ്ങി റെഡിയായി അടിപൊളിയായിട്ട് പോകാനൊക്കെ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ആ ഒരു ആർട്ട് സ്കൂളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും തിരക്കൊക്കെ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആ ആർട്ട് സ്കൂളിൽ പുറത്ത് പോയി നിൽക്കും. അപ്പോൾ ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ നിൽക്കുമ്പോൾ ചെലങ്കേന്റെ ശബ്ദം, അശ്രുതിപ്പെട്ടിന്റെ താളം, അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു റിലീഫ് ആയിരിക്കുമല്ലോ. അതാണ് എന്റെ ഇപ്പോഴത്തെ ആക്ച്വലി ഇത് കേട്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്ന് അറിയാമോ, എന്റെ ഒരു പ്രായം വരെ, ഞാനൊരു ഡിഗ്രി പഠിക്കുന്ന സമയം വരെ എനിക്കറിയില്ല എന്റെ ലൈഫിൽ എനിക്ക് എന്താ വേണ്ടത്, എന്താ പഠിക്കണ്ടേന്ന് പോലും വലിയ ധാരണയില്ല. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എന്നുള്ള രീതിയിലാണ് ഡിഗ്രി വരെ എടുക്കുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോഴത്തേനും ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അല്ലെങ്കിൽ കാത്തൂന് ഈ ഒരു ഏജിൽ തന്നെ അറിയാം കാത്തൂന് എന്താ വേണ്ടത്, എന്താണ് മൈൻഡിന് റിലാക്സ് തരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു ജോലി ആയിരിക്കും എനിക്ക് ചേരുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യം. എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയത്? ഐ മീൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര മെച്യൂരിറ്റി എങ്ങനെയാണ് കിട്ടുന്നത്? ഞാൻ മെച്ചേർഡ് ആണെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. ഫാമിലി പോലും എന്നെ അങ്ങനെ അംഗീകരിക്കാറില്ല മെച്ചേർഡ് ആണെന്ന്. പിന്നെ ഈ ഒരു ആർട്ട് സ്കൂൾ നാളെ മാറിയേക്കാം, ചിലപ്പോ നാളെ വേറെന്തെങ്കിലും ആയേക്കാം. എന്റെ ഇപ്പത്തെ ഒരു കറന്റ് പ്ലാൻ ആണ് ഇത്, ഈ ആർട്ട് സ്കൂൾ എന്ന് പറയുന്നത്. ഓ അടിപൊളി. അല്ല, എന്തുകൊണ്ട് ആർട്സിനോട് ഈ മറ്റേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികളിൽ നിന്ന് ഒഴിവാകണം എന്നുള്ളത് കൊണ്ട്? അതെ, എന്റെ എഴുത്തും വായനയൊക്കെ എനിക്ക് കൂടെ ഉണ്ടാവണം എപ്പോഴും. അതാണ് എനിക്ക് നല്ലൊരു റിലീഫ് തരുന്ന ഒരു ഹോബി. പിന്നെ ഡാൻസും പാട്ടും ഒക്കെ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, എനിക്കത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതിന്റെ കൂടെ സിംഗായി നിൽക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആർട്ട് സ്കൂളിലേക്ക് വന്നത്. ആദ്യത്തെ ബുക്ക് എഴുതുമ്പോൾ 7ാം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കഥ, എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കഥ വരുന്ന വഴി ഒന്ന് പറയാമോ? ഇതിനകത്ത് ഫസ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന ഫുള്ള് ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. അതിനകത്ത് കുറച്ച് ആഡ് ഓൺ ചെയ്ത് നമ്മൾ പറയില്ലേ സാഹിത്യപരമായിട്ട് എഴുതുന്നൊക്കെ, അതേപോലെ എഴുതിയതാണ്. ഇതിനകത്ത് എന്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ എന്താ പറയാ, നിലമ്പൂര് ആ ഒരു കുട്ടികളുടെ കൂടെ കളിക്കുന്നൊക്കെ ഒരു സംഭവം, അതൊക്കെ നല്ല രസമായിരുന്നല്ലോ, അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നിലമ്പൂരിന്ന് കോഴിക്കോട് ഷിഫ്റ്റ് ചെയ്ത സമയത്താണ് ഞാൻ ഒരു ഇൻട്രോവേർട്ട് രീതിയിലേക്ക് ആയത്. നിലമ്പൂർ ഞാൻ നല്ല എക്സ്ട്രോവേർട്ടിന്റെ പ്ലസ് ആയിരുന്നു. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നിലമ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഏജ് ഉണ്ട്? നിലമ്പൂരിന്ന് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ സമയത്താണ് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ആയിരുന്നത്. പിന്നെ കോഴിക്കോട് വന്നപ്പോ ഇൻട്രോവേർട്ട് ആയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നിലമ്പൂര് സമയത്ത് സ്കൂളിൽ എല്ലാ കുട്ടികളെ അറിയാം. എന്റെ ക്ലാസ്സിലെ മേളിലെയും എല്ലാവരെയും നല്ല പരിചയമാണ്, കമ്പനിയാണ്, ഓടിച്ചാടി നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു നിലമ്പൂരിന്ന് കോഴിക്കോട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാനൊരു ഇൻട്രോവേർട്ട് രീതിയിലേക്ക് ഇങ്ങനെ പതുങ്ങിപ്പോയത്. പിന്നെ ഞാൻ ആ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇൻട്രോവേർട്ട് ആയത്, ആ ഷിഫ്റ്റിംഗ് സമയത്തുള്ള എന്റെ മനോഭാവമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒന്നായി വരുന്നതേ ഉള്ളൂ എക്സ്ട്രോവേർട്ടിലേക്ക്. ഇപ്പൊ ഈ ഓറഞ്ച് നിറമുള്ള നാരങ്ങമിഠായിയാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, മറ്റു ഫസ്റ്റ് ബുക്കിനേക്കാളും. അപ്പം ഈ ഒരു ബുക്കിന്റെ സമയത്ത് കുറെ അധികം ഇപ്പൊ റൈറ്റേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും റൈറ്റേഴ്സ് അഭിപ്രായങ്ങൾ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? റൈറ്റേഴ്സ് അഭിപ്രായം പറഞ്ഞാൽ കുറെ വലിയ ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. കാത്തു ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ, നല്ല കാര്യം, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ റൈറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും അല്ലെ എനിക്ക് ഇയാളെ പോലെ ആവണം, ഇവരെ പോലെ എനിക്ക് എഴുതണം, അങ്ങനെയൊക്കെ അഡ്മയർ ചെയ്യുന്ന ഒരു റൈറ്റർ ഉണ്ടോ, അല്ലെ ബുക്ക് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്റേതായ രീതിയിൽ തന്നെ എഴുതുന്നു എന്നേ ഉള്ളൂ. എല്ലാവരുടെയും ബുക്ക് വായിക്കും, നിമ്ന വിജയന്റെ അങ്ങനെ ഒരുപാട് പേരുടെ ബുക്കൊക്കെ വായിക്കും. പക്ഷെ ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല, എന്റെ രീതിയിൽ തന്നെ. വായിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ ബുക്കാ? വായിക്കാൻ ഒരുപാട് ബുക്ക് ഇഷ്ടമാണ്. ഇപ്പൊ കറന്റ്ലി വായിക്കുന്നത് സുധാമൂർത്തിന്റെ ഇന്നലെ വാങ്ങിച്ച അമ്മേനെ കൊണ്ട് വാങ്ങി വെച്ചൊരു ബുക്ക്, സുധാമൂർത്തിന്റെ ഒരു ബുക്ക്. ഇംഗ്ലീഷ് ആണ്, പക്ഷെ എന്നാലും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ മലയാളമാണ്.
മലയാളം ഞാൻ കുറേ പ്രാവശ്യം വായിച്ച കുറേ ബുക്സ് ഉണ്ട്. ടോട്ടോ ചാൻ, പിന്നെ ഒരു കൂടെ കുഞ്ഞുമങ്ങളും, അങ്ങനെ കുറേ ബുക്സ് ഞാൻ കുറേ പ്രാവശ്യം വായിച്ചതൊക്കെ ഉണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പം എനിക്ക് കാത്തുനെ കാണുമ്പോൾ ചോദിക്കാനും പ്രത്യേകിച്ച് തോന്നുന്ന ഒരു കാര്യമാണ്, കാത്തു അത്യാവശ്യം മെച്യൂർ ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അങ്ങനെയുള്ള കുട്ടികളെ കാണുന്ന സമയത്ത് ഇപ്പം പൊതുവെ ആൾക്കാർക്ക് ഒരു മെന്റാലിറ്റി ഉണ്ട്, കുട്ടി എന്ന് പറഞ്ഞാൽ ക്യൂട്ട് ആയിരിക്കണം എന്നൊരു സാധനം. അപ്പൊ ഇങ്ങനെ മെച്യൂർ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ അതൊരു ജഡ്ജ്മെന്റ് രീതിയിൽ കാണും. എന്താണ് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്, കമന്റ് വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്, കമന്റിലാണേലും അങ്ങനെയൊക്കെ കുറെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എപ്പോഴേലും ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനത്തെ ചോദ്യങ്ങൾ നേരിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പറയും, വലിയ ആൾക്കാരെ പോലെ അമ്മച്ചിമാരെ പോലെ സംസാരിക്കുന്നു എന്നൊക്കെ. പിന്നെ അങ്ങനെ വൾഗർ ആയിട്ടുള്ള കമന്റ്സിനൊക്കെ അപ്പ നേരിടാ ചെയ്യാല്. എല്ലാം അപ്പയാണ് മാനേജ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ അത്ര അറിയാറൊന്നുമില്ല. അമ്മ ഇങ്ങനെ പറയാം, ഈ ആൾക്കാർ നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ, ആ വീഡിയോ നന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. ബാഡ് കമന്റ്സ് ഒക്കെ അവർ രണ്ടുപേരും കൂടെ ഡീൽ ചെയ്യാണ് ചെയ്യല്. നേരിട്ട് അനുഭവം ഒന്നുമില്ല. പിന്നെ അങ്ങനെയുള്ളവരോട് പ്രത്യേകിച്ചൊന്നും പറയില്ല, കാരണം എനിക്ക് നേരിട്ടാലല്ലേ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ച് അവര് പെരുമാറുന്ന രീതിയൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയാ സപ്പോർട്ട്? കാരണം ഇതിനു വേണ്ടി കുറെ അധികം ദിവസങ്ങളിൽ മാറി നിൽക്കേണ്ടതായിട്ട് വരും, വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ എഴുത്തും ഒക്കെ പ്രമാണിച്ച്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ ആണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ഇന്നലെയൊക്കെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആണെങ്കിലും ഫാദർ വിളിക്കുകയും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യും, എനിക്കറിയാം നീ നന്നായിട്ട് ചെയ്യും, അങ്ങനെയൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂള് ഫുള്ള് നല്ല സപ്പോർട്ടാണ്. ഞാൻ ഈ ഇടയ്ക്ക് കാത്തുവിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് പറഞ്ഞു, ഈ ഓറഞ്ച് നിറമുള്ള നാരങ്ങ മിഠായിയുടെ സെക്കൻഡ് പാർട്ട് ഒന്നും ഇല്ല, പക്ഷെ ഇതിലെ ആൾക്കാരെ പറ്റി ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അവരെവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെ ഒരു കഥ പറഞ്ഞു തീർക്കുക മാത്രമല്ല അതിന് പിന്നാലെ എന്ത് സംഭവിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഉണ്ട്. ചെറുപ്പം മുതലേ ആലോചിക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ആമയും മൊയിലും തമ്മിലുള്ള ഓട്ട മത്സരത്തിന്റെ കഥ ഉണ്ടല്ലോ, അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ അപ്പോ ആമ ജയിച്ചു, മൊയിൽ തോറ്റുപോയി ഉറങ്ങിയത് കാരണം. അപ്പൊ ഞാനിങ്ങനെ മൊയിലിനെ കുറിച്ച് ആലോചിക്കും, എന്തായിരിക്കും അവരുടെ ഒരു ചിന്താഗതി, അത്ര ഓടാൻ പറ്റിയിട്ടും തോറ്റുപോയല്ലോ, ഒരു ഉറക്കം കാരണം തോറ്റുപോയല്ലോ പറഞ്ഞിട്ട് അവര് കരയുമായിരിക്കോ, അതോ ഇനിയും ഒരു മത്സരത്തിനുള്ള പോക്കായിരിക്കോ, അങ്ങനെ അതിന് ശേഷമുള്ളതടക്കം ഞാൻ ചിന്തിക്കുമായിരുന്നു. പിന്നെ ചോദിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ചിലപ്പോ അവര് ഭയങ്കര ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ ഞാൻ അത് എന്റെ ആമ എന്ന് ചെയ്ത് കാണുമ്പോ ആമ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും മിണ്ടാതിരിക്കോ, അങ്ങനെ തന്നെ. ഇവർക്ക് എല്ലാ ചോദ്യത്തിനും ഒന്നും ആൻസർ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഈ പുതിയ ബുക്കുകള് അങ്ങനെ എഴുതുന്നതിനെ പറ്റി പ്ലാൻസ് നടക്കുന്നുണ്ടോ? ഉണ്ട്. അടുത്ത ബുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഫസ്റ്റ് ബുക്കൊക്കെ ഞാൻ വെറുതെ ഫ്രീ ആയിട്ടിരുന്ന് നല്ല എൻജോയ് ചെയ്തൊക്കെയാണ് എഴുതിയത്. പക്ഷെ അപ്പോ ഇതിപ്പോ കുറെ ആൾക്കാർ പബ്ലിസിറ്റി കിട്ടി, കുറെ ആൾക്കാർ വായിച്ചു, അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയല്ലേ, നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എഴുതണമല്ലോ അടുത്ത ബുക്ക്. അപ്പൊ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നല്ലതായിട്ട് എഴുതാനാണ് ശ്രമിക്കുന്നത്. എഴുതി തുടങ്ങിയോ? ഫസ്റ്റ് പേജ് കഴിഞ്ഞു. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാ സ്കൂൾ വിട്ട് വന്നിട്ട് അങ്ങനെ വല്ലതാണോ? ടൈം ഒക്കെ വെച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഫ്രീ എപ്പോഴാണോ ആ ഒരു ഇങ്ങനെ കിട്ടുന്നത്, ചിലപ്പോ ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടുമ്പോ അപ്പൊ പെട്ടെന്ന് അങ്ങനെ എഴുതി വെക്കും. ഈ ബുക്കൊക്കെ ഏതൊക്കെയോ ബുക്കുകളിൽ എഴുതി വെച്ച് അതൊക്കെ കൂട്ടിയൊക്കെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തതാണ്. പക്ഷെ ഇത് ഒരൊറ്റ ബുക്കിൽ എഴുതി തീർക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ആദ്യമായിട്ടൊരു ഇതിന് മുന്നേ റൈറ്റിംഗ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി ആണോ? അച്ചാച്ചൻ നന്നായിട്ട്, അമ്മേന്റെ പപ്പ നന്നായിട്ട് വായിക്കും, പിന്നെ അമ്മയും വായിക്കും. ഇവർ രണ്ടുപേരാണ് എനിക്ക് നന്നായിട്ട് വായിക്കുന്നവരെന്ന് അറിയുന്നത്. അച്ചാച്ചൻ എനിക്ക് പണ്ട് കുറെ സ്റ്റോറീസ് ഒക്കെ വായിച്ചു തരുമായിരുന്നു. ഇപ്പൊ ചെറിയ കുട്ടിയായിരുന്നെങ്കിലും MT വാസുദേവൻ നായരുടെ നാലുകെട്ട് അതൊക്കെ എനിക്ക് നല്ല പരിചയമുള്ള പേരാ. കാരണം അതിങ്ങനെ കാണിച്ചിട്ട് എനിക്ക് ഇങ്ങനെ വായിച്ചു തരും. ഒന്നും മനസ്സിലാവില്ല ഒരു ദിവസം, അതൊക്കെ മനസ്സിലാവുള്ളൂ. എന്നാലും ഞാൻ ഇങ്ങനെ കേൾക്കാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പൊ അച്ചാച്ചനൊക്കെയാണ് ഇങ്ങനെ വായിച്ചു തന്നത്. പിന്നെ ബാലരമ, കളിക്കുടുക്ക, അങ്ങനെ ചെറിയ ബുക്സ് ഒക്കെ വാങ്ങിച്ചു തരും. അമ്മയായാലും കൂടെ ഇരുത്തി വായിപ്പിക്കും. എല്ലാരും ഫാമിലിയൊക്കെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പൊ ഏതായാലും ഇനിയും ഒരുപാട് നല്ല രീതിയിൽ തന്നെ നല്ല നല്ല പുതിയ കഥകളൊക്കെ എഴുതാൻ പറ്റട്ടെ, അതൊക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ പറ്റട്ടെ, നല്ല നല്ല റിവ്യൂസ് കിട്ടട്ടെ, ഒരു വലിയ റൈറ്റർ, അതുപോലെ തന്നെ ഒരു വലിയ ആർട്ട് സ്കൂൾ ഒക്കെ തുടങ്ങി അപ്പോൾ എനിക്കും അവിടെ വരാനായിട്ട് പറ്റട്ടെ, അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ. ഏതായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.